ചേട്ടൻ നമുക്ക് വേണ്ടി ബീട്രൂട്ട് പറിക്കുകയാണ്. ക്യാരറ്റിന്റെ ഇതൊക്കെ കാരണം ഓർഗാനിക് ആയിട്ട് കെമിക്കൽ ഇല്ലാത്ത സാധനമാണ്. ഞാനിപ്പോ നിൽക്കുന്നത് BPS വെജിറ്റബിളിന്റെ ഒരു കടയുണ്ട്, ഇവരുടെ തോട്ടമുണ്ട്. അപ്പൊ അവരുടെ തോട്ടത്തിൽ എന്നാക്കിയുള്ള നമുക്ക് പുള്ളിക്കാരനെ ചോദിച്ചു നോക്കാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഇത് പാഷൻ ഫ്രൂട്ട് അല്ലേ? മധുരമുള്ള ടൈപ്പ്. ഇത് എത്ര വില? ഇത് കിലോ ഇപ്പൊ 150 ഇപ്പൊ ഒന്ന് സീസൺ അല്ലാത്ത കാരണം വില കൂടുതലാണ്. ഈ സീസൺ ഉള്ള വില കുറവായിരിക്കും. വില കുറവായിരിക്കും അല്ലേ? പിന്നെ ഇത് സാധാരണ മുരിങ്ങ ബീൻസ്. ഏതാ ബീൻസ്? മുരിങ്ങ ബീൻസ്. മുരിങ്ങ ബീൻസ്. പിന്നീട് വെളുത്തുള്ളി കൃഷി. ഇത് ആദ്യം വിളവെടുത്തതാണ്, ഇപ്പൊ വിളവ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മരത്തക്കാളി. ഇത് മരത്തക്കാളി പ്രഷറെ ഷുഗറിനെ കഴിക്കുന്ന സാധനമാണ്. സ്ട്രോബെറിയുടെ ഉണ്ട്. സ്ട്രോബെറിയുടെ ഇപ്പൊ സീസൺ ഇല്ലാത്ത കാരണം കുറച്ച് വില കൂടുതലാണ്. സീസൺ ആയ സമയത്ത് ഇത് വലിയ വില കുറവാണ്. താഴെ നമുക്ക് ക്യാബേജിന്റെ, ബീട്രൂട്ടിന്റെ, ക്യാരറ്റിന്റെ, ക്യാനോള്, ബീൻസിന്റെ പിന്നെ 2 ഐറ്റംസ് ഉണ്ട്, അത് ചെയ്തിട്ടുണ്ട്. സ്ട്രോബെറിയുടെ എല്ലാ തോട്ടം ചെയ്തിട്ടുണ്ട്. ഇറങ്ങിപ്പോയി കണ്ട നീലക്കുറിഞ്ഞിയുടെ ചെടിയൊക്കെ കാണാം. നീലക്കുറിഞ്ഞി ചെടിയുണ്ട്. പൂത്തിട്ടുണ്ടോ? പൂക്കുന്നത് ഇനി 2030 ചെടിയുണ്ട്. ഈ സ്റ്റെപ്പ് ഇറങ്ങിയാൽ മാത്രം സ്റ്റെപ്പ് ഇറങ്ങിപ്പോയി താഴെ വരെ കൊണ്ടുപോകും. അപ്പൊ നമുക്ക് താഴോട്ട് തോട്ടത്തിലോട്ട് പോവാം. ഇത് ഇലക്ട്രിക് ആണത്? എന്നെ മൃഗങ്ങളുണ്ടോ? പ്ലാവ്? അതല്ലേ? ജാമ അങ്ങനെയില്ല. സ്ട്രോബെറി എല്ലാവർക്കും ആർക്കും പറയുന്നില്ല. മുഴുവൻ കളിച്ചു ടേസ്റ്റ് സാറേ. ഇങ്ങനെ കൈപ്പോ സാറേ, ഇങ്ങനെ സ്ട്രോബെറിയാ മുക്കി കളിച്ചു നോക്കി പറയാം എങ്ങനെ ടേസ്റ്റ്. കളിച്ചു നോക്കി പറയാം എങ്ങനെ ടേസ്റ്റ്. വേണോ? എങ്ങനെ ടേസ്റ്റ്? ശരിയില്ല. അല്ലാത്ത മധുരമുള്ളതുണ്ടോ? എടുത്ത് കൈ ഇടണ്ട. അത്തുണങ്ങി കൊടുക്കട്ടെ. ഇത് കാണുന്നത് ക്യാബേജിന്റെ തോട്ടമാണ്. ഇവിടെയുണ്ട്, പിന്നെ ഇതിന്റെ തൊട്ട് താഴത്തെ തൊട്ടിയിലും ഉണ്ട്. നമുക്ക് താഴോട്ടൊന്ന് പോയി നോക്കാം. ചേട്ടൻ നമുക്ക് വേണ്ടി ബീട്രൂട്ട് പറിക്കുകയാണ് മഴയത്ത്. ഇവർക്ക് മഴയും പെയ്യുന്നൊരു പ്രശ്നമല്ല. പിന്നെ നിലവിൽ ഇപ്പൊ നല്ല തണുപ്പുണ്ട്, മഴയും കൂടെ പെയ്ത കാരണം.
മഴയത്ത് ആ ചേട്ടനും ചേച്ചിമാരും കൂടെ നിന്ന് പണിയുമാണ്. അവരുടെ മണ്ണൊക്കെ കിളച്ച് അവിടെ വിത്തിടാനുള്ള പരിപാടിയിലാണ്. ഇതിപ്പോ നമ്മൾ താഴേന്ന് പറിച്ച ഫ്രഷ് ബീട്രൂട്ട് ആണ്. ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ ഇതിന്റെ തോട്ടത്തിന്റെ ഉടമസ്ഥനായ ചേട്ടനോട് തന്നെ ചോദിക്കാം. ഇതിന്റെ ഗുണങ്ങളെന്ന് പറഞ്ഞു. ചേട്ടാ ഇതൊക്കെ കാരണം ഓർഗാനിക് ആയിട്ട് കെമിക്കൽ ഇല്ലാത്ത സാധനമാണ്. അതാണ് ഇവിടെ ഇടുക. ഇത് ഇവിടെ ഇത് കാരണം കെമിക്കൽ ഇടാതെ പറ്റാത്ത നല്ലതാണോ? അതുകൊണ്ട് ഇങ്ങനെ ബീട്രൂട്ട്, നോക്കല്, കാളിഫ്ലവർ, ബീൻസ്, സ്ട്രോബെറി എല്ലാം ഓർഗാനിക് സാധനമാണ്. VPS എന്ന് പറയുന്നത് എന്റെ ഫാമ. ഇവിടെ VPS എന്ന് പറഞ്ഞാൽ എന്റെ ഫാമ. ഞങ്ങൾ പച്ചക്കറി കച്ചവടം ഇപ്പൊ കൃഷി കിട്ടുക. കൃഷി എടുക്കുന്നത് ഇതാണ്. വെളുത്തുള്ളി ഉണ്ട്. ഓർഗാനിക് സാധനം. ഓർഗാനിക് സാധനം അല്ലേ? അപ്പൊ ഇനി വട്ടവട വരുന്നവർ ഓർഗാനിക് പച്ചക്കറി വേണേ ഇവിടെ വന്നാൽ മതി. ഈ ജംഗ്ഷന്റെ പേരാണ് ഊർക്കാട് സ്കൂൾ ഉണ്ടോ? എലിയ സ്കൂൾ. ഏതാ സ്കൂൾ ഉണ്ടല്ലോ, ഊർക്കാട് എന്ന് പറയാം. ഊർക്കാട് ഹൈസ്കൂളിന്റെ അടുത്താണ് ഈ തോട്ടം വരുന്നത്. VP സേതുരാമൻ വെജിറ്റബിൾസ്. VPS വെജിറ്റബിൾസ്. ഈ ഫാമിലുള്ള നീലക്കുറിഞ്ഞിയാണിത്. ഇത് ഉടനെ പൂക്കാറായില്ലെന്നാണ് പറഞ്ഞത്. കുറച്ചാൾ മുമ്പ് പൂത്താണ്. പിന്നെ നമ്മൾ ഈ നിൽക്കുന്ന തോട്ടത്തില് മൊത്തം ഓർഗാനിക് കൃഷിയാണ് ഉള്ളത്. രാസവളമൊന്നുമില്ല, എല്ലാം ഓർഗാനിക്കാണ്. നമുക്ക് വിശ്വസിച്ച് കഴിക്കാം എന്നാണ് അതിന്റെ ഓണറായ ചേട്ടൻ നമ്മളോട് പറഞ്ഞത്. അപ്പൊ ഈ വട്ടവടയിലെ ഈ കാഴ്ചകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇവിടെ വേനലായ കാരണം പച്ചക്കറി കൃഷി അധികം തുടങ്ങിയിട്ടില്ല. 2-3 മഴയും കൂടെ പെയ്താലാണ് ഈ പച്ചക്കറിയുടെ കൃഷി സ്റ്റാർട്ട് ചെയ്യുള്ളൂ എന്നാണ് ഇവർ പറഞ്ഞത്. അപ്പൊ ഇനി നമുക്ക് പറ്റുവാണെങ്കിൽ ഒരു 2 മാസം കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഈ പച്ചക്കറിയൊക്കെ നട്ട് കഴിഞ്ഞിട്ടൊരു വീഡിയോ എടുക്കാൻ വരാം. ഒരു 2 മാസം കഴിയുമ്പോഴത്തേന് ഒന്നുകൂടെ വരേണ്ട ആവശ്യമുണ്ട് ഇവിടെ. അപ്പൊ ആ സമയത്ത് നമുക്ക് പറ്റുവാണെങ്കിൽ ഈ നല്ല പച്ചപ്പായിട്ട് നിൽക്കുന്ന ഒരു വീഡിയോ നമുക്ക് എടുക്കാം. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് മറ്റൊരു എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ബൈ.